Watch full episodes on Jio Hotstar. ഒരു പുതിയ കമ്പനി ഒരു പുതിയ തരം ബിസ്ക്കറ്റ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നു. ഡ്രീം ബിസ്ക്കറ്റ്. ഡ്രീം ബിസ്ക്കറ്റിന്റെ പാക്കറ്റിലായി നിങ്ങൾക്കായി ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട്. ആർക്കാണോ ആ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുന്നത് അവർക്ക് ഒരു മാസം ലോകയാത്രയ്ക്കുള്ള ടൂർ പാക്കേജ് ലഭിക്കുന്നതായിരിക്കും. എന്നാ പുറപ്പെടും പത്തലു. എല്ലാ പാക്കറ്റ്സും ഞാൻ തന്നെ വാങ്ങിക്കാം. ശരി മോട്ടു, ശരി. ആഹാ, എനിക്കും ലോകയാത്രയ്ക്ക് പോണം. വായോ വായോ. എവിടേക്കാണ് ഈ ഓടുന്നത്? ഇത് ശ്രദ്ധിക്കൂ. ബിസ്ക്കറ്റ് വാങ്ങുന്നതിനായി ഓരോരുത്തരും ഒരാളെ വിട്ട് മറ്റൊരാൾ 1 മീറ്റർ അകലത്തിൽ നിൽക്കേണ്ടതാണ്. കാരണം ഞങ്ങളുടെ റെഡ് ഏജന്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കൂട്ടമായി പോയി തിക്കും തിരക്കുമായാൽ ആ സമയത്ത് റെഡ് ഏജന്റ് ആരെയാണോ തൊടുന്നത് അവരുടെ കൈകളും ശരീരവും റെഡായി മാറുന്നതാണ്. അതോടെ അവർ ഡിസ്ക്വാളിഫൈ ആകുന്നതാണ്. ഒരുപക്ഷെ അവർക്കാണ് ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുന്നതെങ്കിലും അവർ ലോകയാത്രയ്ക്ക് അർഹരല്ല. അതിനാൽ 1 മീറ്റർ അകലത്തിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും എന്തിനാ താമസിക്കുന്നത്? വേഗം പോയി വാങ്ങൂ. എന്താ പത്തലു നിന്ന് കളഞ്ഞത്? വേഗം വരൂ. 1 മാസത്തേക്കുള്ള ഫ്രീ വേൾഡ് ട്രിപ്പ് പോണ്ടേ? മോട്ടു നിക്ക്, മോട്ടു പോലെ. മോട്ടു, മോട്ടു അവിടെ തന്നെ നിക്ക്. മോട്ടു, എനിക്ക് തരൂ, എനിക്കാദ്യം തരൂ, എനിക്ക് തരാൻ, എനിക്ക് തരാൻ, എനിക്ക് എനിക്കാദ്യം തരാൻ. അയ്യോ, എന്റെ കയ്യിലെ ചുവപ്പ് കളർ ആയല്ലോ. ഞാൻ റെഡ് ഏജന്റിനെ ടച്ച് ചെയ്ത പോലുണ്ട്. അയ്യോ, എന്റെ കൈയും റെഡായി. ഞാൻ ഡിസ്ക്വാളിഫൈ ആയി. എല്ലാവരും നിക്ക്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ബഹളം ഉണ്ടാക്കിയാൽ ആ റെഡ് ഏജന്റ് നിങ്ങളെ എല്ലാവരെയും തൊടും. പിന്നെ നിങ്ങൾക്ക് ആർക്കും മേടിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കും ആ ഗിഫ്റ്റും കിട്ടില്ല. അതുകൊണ്ട് അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാവരും ലൈൻ ഉണ്ടാക്ക്. ഇതൊരു ലക്കി ഡ്രോ അല്ലേ? ലക്കി ആയ ഒരാൾക്ക് തീർച്ചയായും സമ്മാനം കിട്ടും. 1 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് എല്ലാവരും നിൽക്കൂ. അപ്പോ റെഡ് ഏജന്റ് നിങ്ങളെ വന്ന് തൊടിയില്ല. എന്താ ശരിയല്ലേ? ഒരു കണക്കിന് ഇതൊരു നല്ല ഐഡിയ ആണ്. ഇത് പറഞ്ഞു കൊള്ളാം. എന്താ കൊണ്ടുപോയിക്കോളൂ. എനിക്കൊരു 99 പാക്കറ്റ്സ് കൂടെ എക്സ്ട്രാ തരൂ. 99 പാക്കറ്റ്സാ? താരത് മൊത്തം മേടിച്ചിട്ട് പോയാ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങളെല്ലാം ലൈനിൽ ക്യൂ നിർത്തിട്ടേ താൻ ഇവിടെ ഒന്നിങ്ങനെ മിടുക്കനാവണ്ട. അയാളെ വെറുതെ വിടരുത്. ഞാനെന്താ നിങ്ങളൊക്കെ തട്ടിക്കളിക്കാൻ ബോളാണോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അയ്യോ, എന്നെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കല്ലേ. പിടിക്ക് പിടിക്ക്, അയാളെ പിടിക്ക്, വിടരുത്. ഒരുവിധം രക്ഷപ്പെട്ടേ. ഞങ്ങളെല്ലാം പഠിക്കാൻ നോക്കിയാണോ? ബിസ്ക്കറ്റ് അല്ല, ഇവിടെ എങ്ങും ഒരു കട പോലും കാണുന്നില്ലല്ലോ. എന്റെ അമ്മോ, എല്ലാരും നിന്നേ, ഞാനെന്താ ശരിക്കും നോക്കട്ടെ. ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തരൂ. കാണുന്നു, അവിടെ ഉണ്ട്. എല്ലാരും എന്നോടൊപ്പം വന്നേ. അതെ, ഇവിടെയും തിരക്കുണ്ടല്ലോ. പത്തുലു, പ്ലീസ് പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂടെ? പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തുലു നിനക്ക്? ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
ഐഡിയ. ഡോക്ടർ ചട്ക, നിങ്ങൾക്ക് മോട്ടുവിനെ ഒരു സിംഹമായി മാറ്റാൻ പറ്റുമോ? ആരോട് എന്ത് ചോദ്യമാ നീ ചോദിക്കുന്നത്? ഞാൻ 1 മിനിറ്റിൽ മാറ്റി കാണിച്ചു തരാം. എന്നാ പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. ഇപ്പൊ നിന്നെ കാണാൻ ശരിക്കും സിംഹത്തിനെ പോലെ ഉണ്ടാ. അതെ മോട്ടു, ശരിക്കുള്ള സിംഹത്തിനെ പോലെ പോ. 4 കാലില്, അതും ഗർജിച്ചോണ്ട് പോ. അയ്യോ താഴെ വീണല്ലോ. എനിക്ക് 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 കിട്ടിയില്ല. അതെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തള്ളിച്ചതയ്ക്കവനെ. ഞങ്ങളെ കളിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? ഓ, അതെ അതെ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെ അങ്ങനെ പാപ്പടമൊക്കെ. അതിന് വിട്, വിട്, മാറ്, മാറ്. അവന് വെറുതെ ഇവിടെ നീ അവന്റെ കൂട്ടുകാരനല്ലേ? നിന്നെ ഞങ്ങൾ വിളിച്ചിട്ടില്ലടാ. ഇങ്ങോട്ട് കയറാൻ. അതെ, അതെ, എന്നെ കാണിക്കുന്നേ. അതെ, എന്നെ അടിക്കുന്ന ആവശ്യം എന്താ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ അമ്മോ. എനിക്ക് വേണം. ബിസ്ക്കറ്റ് കേട്ടില്ല. എനിക്കൊരു എനിക്ക് packet. ബിസ്ക്കറ്റ് വേണം. ഇയാൾക്ക് എനിക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വേണം. ആ, തരൂ തരൂ. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ. മതി മതി, നീ തല്ലി മേടിച്ചത് മതി, ഞങ്ങൾ തല്ലി മേടിച്ചത് മതി. ഇതിന് മേലെ ഫ്രീ വേൾഡ് ട്രിപ്പ് ഒന്നും വേണ്ട. വേൾഡ് ട്രിപ്പിൽ ആശിച്ച് എല്ലാവരുടെയും തല്ലി മേടിച്ചതാണ് ബാക്കി. ഇതിന് മേലെ എന്നെ കൊണ്ട് തല്ലി മേടിക്കാൻ പറ്റില്ല, മനസ്സിലായോ? ദേ അവിടെ ഒരു കട കണ്ടില്ലേ? അവിടെ ഡ്രീം ബിസ്ക്കറ്റ് എന്ന് എഴുതി ഒട്ടിച്ചത് കണ്ടില്ലേ? അവിടെയാണെങ്കിൽ ലൈനുമില്ല. വരൂ. 1 2 3 ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്. എത്രയാണേലും എല്ലാം തരൂ, എല്ലാം തരൂ. ബിസ്ക്കറ്റ് എല്ലാം തീർന്നു പോയി. അങ്ങനെ പറയരുത്. ഒന്നെങ്കിലും തരൂ, ഒന്നെങ്കിലും തരൂ. തീർന്നു പോയ സാധനം ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? അത് മാത്രമല്ല, ഒരാൾക്കൊന്ന് അതിന് മേലെ കൊടുക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വീതമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതെ മോട്ടു, ആദ്യം നീ ഒരു പാക്കറ്റ് മേടിച്ചതല്ലേ? അതെങ്കിലും നിനക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തൂടെ മോട്ടോ? ആ, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കൂ. ആർക്കറിയാൻ പറ്റും നിങ്ങൾ അന്വേഷിക്കുന്ന ലക്കി കൂപ്പൺ അതിനകത്തുണ്ടോന്ന്? അയ്യോ, വേൾഡ് ടൂർ എഴുതിയിട്ടുണ്ട്. ലക്കി ഡ്രോൺ കിട്ടി, ലക്കി ഡ്രോൺ കിട്ടി പത്തലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ലക്കി ഡ്രോൺ എനിക്ക് കിട്ടി. കണ്ടില്ലേ എന്റെ ചങ്ങേന്റെ ബ്രോ, മതി നിർത്ത്. നീ ഇപ്പോഴാണോ ഇതൊക്കെ പൊളിച്ചു നോക്കുന്നത്? പോക്കറ്റ് തന്നെ ടിക്കറ്റ് മേടിച്ചിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ നീയും തല്ലി മേടിച്ചു, ഞങ്ങളെയും തല്ലി മേടിപ്പിച്ചു. അതെ, വലിയേട്ടാ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ഹാപ്പിയാണ്. ലക്കി ഡ്രോൺ കിട്ടിയത് കണ്ടില്ലേ? അയ്യോ, ഇതെവിടെ പോയി? ഇല്ല, എവിടെ എവിടെ? അയ്യോ, വേൾഡ് ടൂർ ടിക്കറ്റ് എന്നെ ഇങ്ങനെ ഓടിപ്പിക്കുന്നു. പറക്കല്ലേ പറക്കല്ലേ, ഞാനിത് പിടിച്ചോണ്ട് പറക്കല്ലേ. വേൾഡ് ടൂറിന്റെ ടിക്കറ്റ് ആണ്. വേൾഡ് ടൂറിന്റെ ടിക്കറ്റാ. പറക്കുന്നത് പിടിക്കോ. അത് എന്റേതാണ്. എന്റെ വേൾഡ് ടൂർ ടിക്കറ്റ്. അടിപൊളി മോട്ടു. ടിക്കറ്റ് എന്റേതാണ്. വേൾഡ് ടൂർ ടിക്കറ്റ്. അനങ്ങി പോവരുത്, ആരും ഈ ടിക്കറ്റിൽ തുടരുത്. ഇത് എന്റെ വേൾഡ് ടൂർ ടിക്കറ്റ് ആണ്. അത് കൊള്ളാലോ. എനിക്ക് ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി ഒരു ടിക്കറ്റ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മോട്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേൾഡ് ട്രിപ്പിന് പോകാം. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ചേർന്നല്ലേ പോകുന്നത്. ഞാൻ മാത്രം അവിടേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? സോറി, പക്ഷെ ഈ ടിക്കറ്റ് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ യൂസ് ഇല്ലല്ലോ. എന്റെ കൂട്ടുകാരില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ഞാൻ എന്ത് എൻജോയ് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ ആ ടിക്കറ്റ് എനിക്ക് തന്നേക്കൂ. അല്ല, എനിക്ക് തരൂ. നിങ്ങൾ എടുത്തോളൂ വേൾഡ് ട്രിപ്പ് ടോക്കൺ, എന്നിട്ട് എൻജോയ് ചെയ്യൂ. ലോകയാത്രയോ? എനിക്കോ? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
കൊള്ളാം. നിങ്ങളെ പോലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വേൾഡ് ട്രിപ്പേ വേണ്ടെന്ന് വെച്ചു. ഒരു പക്ഷേ എല്ലാ മനുഷ്യർക്കും നിങ്ങളെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എല്ലാ മനുഷ്യനും നിങ്ങളെ പോലൊരു വലിയ ഹൃദയമുള്ളവനായിരുന്നെങ്കിലും. കൊള്ളാം 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 കൊള്ളാം. നല്ല രസമുണ്ട് ചേട്ടാ. വലിയേട്ടാ നോക്കൂ നോക്കൂ, ഞാൻ റിവേഴ്സിലാണ് സ്കേറ്റിംഗ് ചെയ്യുന്നത്. എന്റെ അമ്മോ മോട്ടോ, നീ പുറകിലേക്കൊന്ന് നോക്ക്. ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ സ്കേറ്റിംഗ് ചെയ്യുന്നതാണ്. ഇത് നല്ല രസമാണ്. മോട്ടു, രസം രസം എന്ന് പറഞ്ഞ ലാസ്റ്റ് ചട്നി ആയി പോണ്ട. നീ പുറകില് തിരിഞ്ഞു നോക്ക്. അല്ല, എന്ത് നോക്കാനാ പറയുന്നത്? ഇവര് വെറുതെ വിടരുത്. ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എന്താ നിങ്ങൾ ചെയ്തത്? ഇതാ നോക്ക്, നിന്റെ രസം ഇപ്പൊ നമ്മള് ചട്നിയാക്കാൻ പോവാണ്. കളിച്ചു. പിടിച്ചോ ഫ്ലൈയിങ് ഹെൽമെറ്റ്. നമുക്കൊക്കെ പോകാം. ഓക്കെ വല്ലേട്ടോ. അല്ല, എന്തായത്? അങ്ങോട്ട് നോക്കൂ, ബേബി റെയിൻഡിയർ അവിടെ കുടുങ്ങിയിരിക്കുന്നു. വരൂ, അതിനെ രക്ഷിക്കണം. വാ പോവാം. പത്ലു, ആദ്യം നമ്മൾ ചെന്നൊരു കയറെടുത്തോണ്ട് വരണം. കയറ് കൊണ്ട് കെട്ടിയിട്ട് വേണം അതിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ. ശരിയായി പറഞ്ഞത്. വാ പോവാം. വരൂ. മോട്ടു, അത് നോക്ക്, ആ മരത്തിലുള്ള കയറ് നമുക്ക് ഉപയോഗിച്ചാലോ? ശരിയല്ലേ? വെരി ഗുഡ് ഐഡിയ. സഹായിക്കണേ, സഹായിക്കണേ. എന്റെ കൂടെ എന്തെങ്കിലും തനിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ. എന്തായത്? രക്ഷിക്കണേ. നിന്നെ വെറുതെ വിടില്ല. എന്റെ കൂടെ നശിപ്പിക്കാനായി നോക്കുന്നു. എന്തായി കാണിക്കുന്നത്? എന്നെ വെറുതെ വിടൂ. ഞാനൊന്നും ചെയ്യണേ. എന്നെ വിട്ടേക്കൂ. വേണ്ട. രക്ഷിക്കൂ. അയ്യോ, ആരാ ഇയാൾ? എന്റെ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ? പത്ലു, പത്ലു, എന്നെ രക്ഷിക്കൂ. രക്ഷിക്കൂ. നീ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനിയെങ്ങാൻ എന്റെ കൂടിന്റെ ഭാഗത്തേക്ക് വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. പത്ലു, ആ ബേബിയെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. വരൂ, നമുക്ക് ഹെൽമെറ്റ് അണിഞ്ഞോണ്ട് പോവാം. ഇല്ല മോട്ടു, ഇപ്പൊ ഹെൽമെറ്റിന്റെ ബാറ്ററി നനഞ്ഞു പോയി. അതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ആകില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആ മദർ റെയിൻഡിയർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ പോയാൽ അത് വിചാരിക്കും അതിന്റെ കുഞ്ഞിനെ നമ്മൾ പിടിക്കാൻ പോകുന്നതാണ്. അതിന്റെ കാര്യം എന്താ നിനക്ക് മനസ്സിലായോ? ചേട്ടാ, നിങ്ങളടുത്ത് ഗാഡ്ജറ്റ് ഒന്നും ഇല്ലേ? ആ റെയിൻഡിയർ നമ്മളോട് എന്താ സംസാരിക്കാന്ന് മനസ്സിലാക്കാൻ വഴിയൊന്നുമില്ലേ? വിഷമിക്കണ്ട മോട്ടു, എന്റെ അടുത്ത് അങ്ങനെ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. ഇന്നാ പിടിച്ചോ. തരൂ, എനിക്ക് തരൂ. ഞാൻ അതിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു നോക്കട്ടെ. ഞാനാണ് മോട്ടു. മോട്ടു, തിരിച്ചു വാ. അതെ മോട്ടു, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? റേഡിയോയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതെ മോട്ടു, നീ നിന്റെ ഭാഷയിൽ തന്നെ സംസാരിച്ചാ മതി. ശരി ശരി, എന്നാ ഓക്കെ. നോക്കൂ അമ്മ ഡിയർ, ദേഷ്യപ്പെടാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബേബി ഡിയറിന്റെ അടുത്ത് ചെന്ന് ഒരു കയറ് കൊണ്ട് നല്ലപോലെ അതിനെ കെട്ടി രക്ഷപ്പെടുത്താം. എന്റെ കുട്ടിയുടെ ശരീരത്തിൽ കയറ് കെട്ടണമെന്നോ? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. രക്ഷിക്കണേ.
മോട്ടു നീ അതിനോട് എന്തൊക്കെയോ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ദേഷ്യം വന്നത്. പൊളിച്ചെടുത്തല്ല മോട്ടോ. നിനക്ക് ആ റെയിൻഡിയറിന്റെ അടുത്തൊരു സാധാരണ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നേ. എനിക്കിതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്, അറിയാമോ? ഇത് ഞാൻ ശരിയാക്കി തരാന്നേ. ഒരു കാര്യം ചെയ്യ്, ആ ഗാഡ്ജറ്റ് അങ്ങ് തന്നേക്കേ. ശ്രമിച്ചുകൊണ്ടിരിക്കൂ കുഞ്ഞെ, ശ്രമിച്ചുകൊണ്ടിരിക്കൂ. അമ്മച്ചി റെയിൻഡിയർ, അങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞങ്ങളെല്ലാരും മനുഷ്യരാണെന്നേ. മാത്രല്ല മൃഗങ്ങളുടെ കൂട്ടുകാരാണ്. ഞങ്ങളൊക്കെ പൊതുവെ സൂയിലേക്ക് പോകുമ്പോ അവിടുത്തെ മൃഗങ്ങളൊക്കെ കൂട്ടിൽ അടച്ചിടുന്നേ. ഞങ്ങൾ അവരെ അമ്മേ, അമ്മേ. പൊളിച്ചെടുത്തല്ല. എന്റെ കുഞ്ഞിനെ സൂയിലേക്ക് കൊണ്ടുപോകൂലേ? ഒരു കൂട്ടിനുള്ളിൽ അടയ്ക്കുമല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്റെ കുഞ്ഞിനെ സൂയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അത് കണ്ടില്ലേ, നമ്മുടെ ഗസീറ്റയുടെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസും ഇപ്പൊ ഫെയിൽ ആയിരിക്കുകയാണ്. പൊളിച്ചെടുത്തല്ല. മമ്മി രക്ഷിക്കണേ. വേണ്ട. എന്ത് പറ്റി? ഈ മനുഷ്യന്മാർ എന്റെ കുഞ്ഞിനെ സൂയിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുക. ഇല്ല, എന്റെ കുഞ്ഞിനെ ഇവരിൽ നിന്ന് രക്ഷിക്കണം. എന്നൊന്നും ചെയ്യല്ലേ. എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട, അടുത്ത് വരല്ലേ. വേണ്ട, അടുത്തേക്ക് വരല്ലേ. വരൂ സുഹൃത്തുക്കളെ, ഈ ആളിന്റെ അടുത്തുനിന്ന് നമ്മുടെ റെയിൻഡിയറിന്റെ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താം. എന്നൊന്നും ചെയ്യല്ലേ. ഓടിക്കോ. കുഞ്ഞെ, നിനക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. വേണ്ട, വേണ്ട, ഓടിക്കോ. എല്ലാരും ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഇതെന്താ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്ന? വേണ്ട. അതേ മോട്ടൊന്ന് നിർത്ത്, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. മമ്മി. നമ്മളവരെ ശരിക്കും പറ്റിച്ചല്ലേ. ഐഡിയ. ഇവിടെ എല്ലാരും എന്താ ചെയ്യുന്നേ? ഇവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കണം. ഇവരോട് ഓടിച്ചത് പാട്ടും കളിയൊന്നും വേണ്ട. അല്ല, ആളവിടെ പോയി. ഓടിക്കോ മോട്ടു, ഓടിക്കോ. ഇല്ല. അവരിവിടെ പോയാലും ഓടിച്ചിട്ട് പിടിച്ചേ പറ്റൂ. പാടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ല നിനക്ക്. വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂന്നേ. ഐഡിയ. ഇതാ വന്ന് മീൻ കഴിക്കൂ. മോനെ, വരൂ. ഇതെന്തായാലും നന്നായി. ബേബി റെയിൻഡിയറിന് നമുക്ക് കിട്ടിയല്ലോ.
അറിയാലോ. അതേ മോട്ടു, അല്ലെങ്കിൽ ഇതിന്റെ അമ്മ നമ്മൾ അതിന്റെ അടുത്ത് വരാനേ സമ്മതിച്ചില്ലല്ലോ. ചേടാ എന്റെ ചങ്ക എന്റെ ബ്രോ, വേഗം ഒന്ന് നീന്ത്, അല്ലെങ്കിൽ ബേബി റെയിൻഡിയറിന് തണുക്കാൻ തുടങ്ങും. പത്തുലു, ഈ ഡോക്ടർ ജഡ്കയുടെ ശബ്ദം എവിടുന്നാണ് നമ്മൾ കേൾക്കുന്നത്? ദേ ഇവിടെയുണ്ട്, ഞാൻ മേലെ പറക്കാണ്, കാണുന്നില്ലേ? ആഹാ. അയ്യോ, വേണ്ട, എനിക്ക് തണുക്കുന്നേ. വേണ്ട, വിട്ടേക്ക്, എന്നെ തല്ലല്ലേ. ഹെൽമെറ്റ് വർക്കാവുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്തായിരുന്നു തെറ്റ്? ബാറ്ററി നനഞ്ഞു, ഹെൽമെറ്റ് സ്റ്റാർട്ട് ആവില്ലെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്? ചങ്കേന്റെ ബ്രോ, എന്റെ അടുത്ത് എക്സ്ട്രാ ബാറ്ററി ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയതാ. അതിട്ടിട്ടാ ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ ബേബി റെയിൻഡിയർ. ഞങ്ങൾ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നേരം ശ്രമിച്ചത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങൾ എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്. എന്നാൽ മനുഷ്യരിൽ നല്ല മനസ്സുള്ളവരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ എല്ലാവരും നല്ല മനസ്സുള്ള ആളുകളാണ്. താങ്ക് യു അങ്കിൾ, നിങ്ങൾ കാരണം ഞാൻ രക്ഷപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാ വെള്ളത്തിനകത്ത് വെച്ച് നിങ്ങളുടെ സുഹൃത്തിനെ അത്രയധികം അടിച്ചത്? അത് വലിയൊരു കഥയല്ലേ, അത് പിന്നീട് പറയാന്നേ. എന്താ ശബ്ദം കേൾക്കുന്നത് അവിടെ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അയാൾ എന്തിനാ ഞങ്ങളുടെ അടുത്ത് തല്ലു മേടിക്കുന്നതെന്ന്. മതി മതി, എന്നെ ഇങ്ങനെ കളിയാക്കിയത്. റെയിൻഡിയറിന്റെ അടുത്ത് മടി മേടിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങളെ കളിക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.